പലരും മറ്റു പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ്. ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ വിധേയത്വം. അത് ഞാൻ പറഞ്ഞു, അവിടെ UDF അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ്. അതിപ്പോൾ ആര്യയുടെ ഷൗക്കത്തിനായാലും മറ്റ് ഇടതുപക്ഷ മുന്നണിക്കെതിരെ അനുസരിച്ചുള്ള ആർക്കും കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു വോട്ടാണ്. വോട്ടിന്റെ എണ്ണം അത് നിങ്ങളെ ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത്രയധികം വോട്ട് അൻവറിലേക്ക് പോയത് എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആര്യാട് ഷൗക്കത്തിൻ്റെ വിജയമാണ്. ആര്യാട് ഷൗക്കത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പോൾ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വിശകലനം പിന്നീട് നടത്തും. ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞ ശേഷം മുസ്ലിം ലീഗ് വിശകലനം നടത്തും, അതുപോലെ തന്നെ UDF വിശകലനം നടത്തും. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള വിജയം എന്നുള്ളതാണ് സാദിഖ് അലി തങ്ങളുടെ അവകാശവാദം. ഒറ്റ പാർട്ടിയുടെ സ്വഭാവമുള്ള മുന്നണി എന്നാണ് പ്രതിപക്ഷ നേതാവ് UDF-നെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. ലീഗും കോൺഗ്രസും രണ്ടല്ല, ഒറ്റ പാർട്ടിയുടെ സ്വഭാവമുള്ള മുന്നണിയാണ് അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ മുന്നണി പണിയെടുത്തുണ്ടാക്കിയ വിജയമാണ് എന്ന് അഭിമാനിക്കുകയാണ് UDF. നിലമ്പൂരിൽ പോയ ആർക്കും ഫീൽ ചെയ്യും, അത്ര അധ്വാനിച്ച് നേടിയ വിജയമാണ് UDF-നെ സംബന്ധിച്ച്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് 11,077 വോട്ടിന്റെ മിന്നുന്ന വിജയം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അതിഗംഭീരമായ രാഷ്ട്രീയ വിജയങ്ങളിൽ ഒന്നാണ് UDF നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ബാറ്റിലാണെങ്കിൽ വാർ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് 2026-ലാണ്. UDF-ന് വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു പൊളിറ്റിക്കലായ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അവർക്ക്.